നമുക്ക് ഇപ്പൊ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു 22 കിലോമീറ്റർ. സംഭവം ആള് കസ്റ്റമർ ഒന്നും ഇല്ല, ജസ്റ്റ് ഒരു ബോക്സ് കിട്ടോ. കസ്റ്റമർ ബുക്ക് ചെയ്ത് റാപ്പിഡോ ആയിരുന്നു. ഞാൻ വേഗം ഊബർ ഓഫ് ചെയ്തിട്ട് റാപ്പിഡോ അക്സെപ്റ്റ് ചെയ്തിട്ട് ലൊക്കേഷനിലെത്തി. ഏകദേശം ഒരു 8 മിനിറ്റോളം ഞാൻ ആളെ വെയിറ്റ് ചെയ്തിക്കണോ. ആള് എന്നെ വിളിച്ചപ്പോ അവിടെ പറഞ്ഞു ഇപ്പൊ വരും, പുറത്തേക്ക് ആള് വരും എന്ന് പറഞ്ഞു. അവിടെ കടയിൽ നമ്പർ കൊടുത്തിക്കണു പറഞ്ഞു. അങ്ങനെ കുറെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഉണ്ട് ഒരു ചേച്ചി വിളിക്കണോ. ചേച്ചി പറഞ്ഞു നിങ്ങളെവിടെ കാണുന്നില്ലല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ നിങ്ങളെ കടന്റെ മുമ്പിലുണ്ടല്ലോ പറഞ്ഞു. അതെന്തൊരു ഉഷ ഏജൻസീസ് പറഞ്ഞിട്ടുള്ള എന്തൊരു സ്ഥാപനമാണ്. അപ്പോ കുറെ പറഞ്ഞു. ചേച്ചിനെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അവിടെ കൊടുക്കൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ചേച്ചിന്റെ പൂതി പോർട്ടർ ആണെന്നാണ്. അപ്പൊ ബൈക്കാണല്ലോ. പിന്നെ അവിടുത്തെ ഒരു സ്റ്റാഫ് ഹിന്ദിക്കാരനാണ് ഈ ബോക്സ് കൊടുക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഈ സാധനമൊക്കെ കൊണ്ടുപോയാൽ മുതലാവോ ചോദിച്ചു. അപ്പൊ എന്താ നമുക്ക് മുതലാവാത്ത കിടന്നില്ല. ഇയാള് പോർട്ടറിന് പകരം റാപ്പിഡോ ബുക്ക് ചെയ്ത് കാണും. ഊബർ ബുക്ക് ചെയ്യാത്ത ഭാഗ്യം. ഊബറിൽ ചിലപ്പോൾ ഇതിലാറ് റേറ്റ് ഉണ്ടാവും. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കസ്റ്റമർ ഒന്നും ഇല്ലല്ലോ. 21 കിലോമീറ്റർ നമുക്ക് പാട്ടൊക്കെ ഇട്ട് ജോലിയായിട്ട് അടിച്ചു പൊളിച്ച് പോവാം. ആകെ ഇവൻ മാത്രമുള്ള നമ്മള് വണ്ടിയിൽ. ഇവൻ പിന്നെ റിപ്പോർട്ട് ചെയ്യൊന്നുമില്ലല്ലോ, പ്രശ്നമല്ല. ഒരു മെഷീന്റെ എന്തോ ഒരു സ്പെയർ ആണ്. ചെറിയ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെയിറ്റ് ഉണ്ട്. അപ്പൊ നമ്മള് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സാധനം. ചെറിയൊരു മൊബൈലിന്റെ അത്ര ഉള്ളൂ. അപ്പൊ ഇവിടെ ഒരു കമ്പനിക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ വലിയ ലോറി വരുന്ന ഗ്യാപ്പാണിത്. അപ്പൊ എന്തോ ഒരു കമ്പനിയാണ്. ഞാൻ എന്തായാലും കസ്റ്റമർ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, ഈ കമ്പനിയിലല്ലേ? ആ കമ്പനിയിലാണ്. അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ബുൾബുൾ എന്ന് പറഞ്ഞ ഒരു ഭായി ഉണ്ട്. ഞാൻ അവനോട് വിളിച്ച് പറയാം. ഓക്കെ. ഗേറ്റ് തുറന്നുണ്ടോ? ഞാൻ ഉള്ളിൽ കയറിയുണ്ട്. ഉള്ളിലുണ്ട്. ഓക്കെ ഞാൻ അവനോട് വിളിച്ച് പറയാം. ഓക്കെ. പൈസ എത്രയാ? പൈസ 384. 384. ഓക്കെ. അപ്പൊ നമ്മളെ കസ്റ്റമർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് റേറ്റ് 384 കേട്ടോ. അപ്പൊ ബുൾബുൾ എന്ന് പറഞ്ഞിട്ടൊരു ഭായ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ബുൾബുൾ വരട്ടെ, ബുൾബുളിന്റെ നിന്ന് പൈസ വാങ്ങണം. നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതെന്തോ ഒരു റബ്ബറിന്റെ എന്തോ ഒരു സംഭവമാണ്. ഇതുണ്ടോ, റബ്ബർ ടൈപ്പ് എന്തോ ആണ്. കമ്പനിന്റെ ഉൾഭാഗം കേട്ടോ. ഇത് മെഷീനുകളുണ്ട് ഇവിടെ. അപ്പൊ നമ്മളെ പേയ്മെന്റ് കിട്ടിട്ടോ. ഊബർ ഓൺ ആക്കിയിട്ടുണ്ട്. 400 രൂപ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ വിളിച്ചപ്പോ 384 പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ബുൾബുളിനെ വെയിറ്റ് ചെയ്തിട്ട് ബുൾബുൾ ഇന്ന് ലീവാണ്. അപ്പൊ വേറൊരു ഭായി ഏകദേശം ഇപ്പൊ ഒരു 10 മിനിറ്റോളം ഇവിടെ നിന്നിട്ടുണ്ടാവും. ഞാൻ ഈ കമ്പനിന്റെ ഇതിക്കൂടിയൊക്കെ ഒന്ന് ഇങ്ങനെ ചുറ്റി കാണായിരുന്നേ. അപ്പൊ എന്തോ റബ്ബറിന്റെ എന്തോ കമ്പനിയാണ്. അപ്പൊ 400 അല്ലേ എന്നോട് ഈ ഭായി. 400 പറഞ്ഞു. ചിലപ്പോ മുതലാളി പറഞ്ഞത് ഏക്കരം 400 ഏക്കരം. അപ്പൊ ബാക്കി ടിപ്പ് ഇട്ടിട്ടുണ്ട്. ടിപ്പ് എന്തെങ്കിലും ഞാൻ പറഞ്ഞു. 400 വാങ്ങിയിട്ട് അപ്പൊ പോന്നോണ്ടിരിക്കാണ്. ഊബർ ഓൺ ആക്കിയിട്ടുണ്ട്. എന്തെല്ലാം ട്രിപ്പുകളല്ലേ, ഇങ്ങനത്തെ ട്രിപ്പുകൾ മതി. ഇത് നല്ല അടിപൊളി ട്രിപ്പ്. ഇതെന്താന്നോ, നമുക്ക് മറ്റേ പാട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ പോരാ. അപ്പൊ നമുക്ക് എന്താന്നോ, ബ്ലോക്കിൽ കടന്നാലും വലിയ പ്രശ്നമില്ല. നമ്മളേതായിട്ടുള്ള ഒരു മൂഡിൽ ഇങ്ങനെ പോരേക്കാരം. മറ്റേ കസ്റ്റമർ ഉണ്ടാകുമ്പോ നമുക്ക് മിണ്ടാണ്ട് ഇങ്ങനെ അനങ്ങാണ്ട് പോരണ്ടേ.